ഗുരുവായൂർ മണ്ഡലത്തിൽ മതം പറഞ്ഞ് പ്രചാരണം നടത്തിയ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. ഗോപാലകൃഷ്ണൻ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം വിഷയത്തിൽ ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മതം പറഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോയിലാണ് ബി. ഗോപാലകൃഷ്ണനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും മതസൗഹാർദ്ദം തകർത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. വോട്ട് തേടുന്നതിനായി ജാതി അല്ലെങ്കിൽ സാമുദായിക വികാരങ്ങൾ ഉപയോഗിച്ച് അഭ്യർത്ഥിക്കാൻ പാടില്ല. പള്ളികൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റാരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള വേദിയായി ഉപയോഗിക്കരുത് തുടങ്ങിയ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോപാലകൃഷ്ണന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പോലീസ് നീക്കം ചെയ്തു. അതേസമയം വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച കമ്മീഷൻ തൃശൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. അത് ഇമെയിൽ വരെയും പിന്നെ നമുക്ക് മാത്രമല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അവർ അയച്ചിട്ടുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മോട് ഒരു മറുപടി കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പരാതി നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വന്ന ഉടൻ തന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. ഗോപാലകൃഷ്ണൻ നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കാട്ടി KSUവും CPIയും നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷന്റെ ഇടപെടൽ. ഹിന്ദു വികാരമുയർത്തി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്നും ആവർത്തിച്ചിരുന്നു. ഗുരുവായൂർ പേരക്കത്ത് നടത്തിയ പ്രചാരണത്തിനിടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ പ്രകോപിതനായാണ് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കരുത് എന്നുള്ളത് വക്കീലായ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടി ഇല്ലേ? ഞാൻ മതം പറഞ്ഞല്ലോ വോട്ട് ചെയ്യണേ, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ. ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് 50 വർഷമായിട്ട് നിർത്തിയില്ല എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യം അന്നും ഇന്നും നാളെയും ചോദിക്കും, ഒരു സംശയമില്ല. ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള, മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതിപ്പോ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചോദിച്ച മതമല്ലേ? അത് താങ്കൾ ഗുരുവായൂരിൽ ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുന്ന LDF UDF നേതാക്കൾ ചാവക്കാട് മുസ്ലിം പണ്ഡിതൻ നടത്തിയ യാത്രയിൽ ഓടിയെത്തിയിരുന്നു. എന്നാൽ മലപ്പുറത്ത് നടന്ന കുംഭമേളയിലേക്ക് ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഇതൊന്നും പറയുന്നതിൽ പെരുമാറ്റച്ചട്ടലംഘനമില്ലെന്നാണ് ഗോപാലകൃഷ്ണന്റെ വാദം. എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും വിവാദമായെങ്കിലും ബി. ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കാനോ വിഷയത്തിൽ പ്രതികരിക്കാനോ BJP NDA നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തൃശൂർ.